Hi, I'm Sharath. All of you welcome to an introduction to Indian polity for civil service examination. കഴിഞ്ഞ രണ്ട് സെഷൻസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിയും പിന്നെ കാറ്റഗറീസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്റുമാണ്. ഐ ഹാവ് എ റിക്വസ്റ്റ് ഫോർ യു, please continue with this session only after completing the previous sessions because every session in this series will be a continuation of the previous one. So let's continue. ഇതിൽ നമ്മളുടെ ഫസ്റ്റ് സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഇന്ത്യൻ പൊളിറ്റിയാണ്. ദെൻ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ തന്നെ ഗവൺമെൻറ്, ഗവേണൻസ്, റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലാദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡിഫൈൻസ് ദ സ്ട്രക്ചർ ആൻഡ് functions of the state and its government. It also defines the framework of interrelationship between the organs of a state. ഒരു സ്റ്റേറ്റിൻ്റെ ഡിഫറെൻറ്റ് ഓർഗൻസ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ഈ പൊളിറ്റിക്കൽ സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓൾസോ ഇറ്റ് ഡിഫൈൻസ് ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് അറൗണ്ട് വിച്ച് ദ സ്റ്റേറ്റ് ഈസ് ക്രിയേറ്റഡ്. ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചില ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതും പൊളിറ്റിക്കൽ സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നു. When a new sovereign state is born, the very first and the most fundamental application of their sovereignty by the people is in giving themselves a polity of their choice. ഒരു കൂട്ടം ജനങ്ങൾ പുതുതായിട്ടൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. വിത്തൗട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് an ഓർഗനൈസേഷൻ cannot കണ്ടിന്യൂ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് നിലനിൽപ്പില്ല. ഒരു സൊസൈറ്റിയിലെ ജനങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ദ സ്റ്റേറ്റ് മസ്റ്റ് ഹാവ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വിത്തൗട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദർ വിൽ ബി നോ പ്രെഡിക്റ്റബിലിറ്റി ഓഫ് ആക്ഷൻ. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ സ്റ്റേറ്റിൻ്റെ ലീഡർഷിപ്പ് എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ അതിലെ മെമ്പേഴ്സായിട്ടുള്ള ജനങ്ങൾ ഓർ സിറ്റിസൺസ് എന്താണ് ചെയ്യുക എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള സെർട്ടനിറ്റി വേണം. എൻ ഓർഗനൈസേഷൻ ലൈക്ക് സ്റ്റേറ്റ് cannot function with uncertainty of actions അല്ലെങ്കിൽ unpredictability of actions. So there should be rules and regulations. ഈ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഔട്ട്കമാണ് ആ സ്റ്റേറ്റിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. എവറി സ്റ്റേറ്റ് മസ്റ്റ് ഹാവ് ഇറ്റ്സ് ഓൺ പൊളിറ്റിക്കൽ സിസ്റ്റം. ദ സ്റ്റേറ്റ് ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് പൊളിറ്റിക്കൽ സിസ്റ്റം. ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആയിട്ട് കൺസെപ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയറാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കണം, സ്റ്റേറ്റിൻ്റെ ആക്ഷൻസിൻ്റെ ഔട്ട്കം എന്തായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ആക്ഷൻ എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അപ്പോൾ ആ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. കൂടാതെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഒന്നായിരിക്കരുത്. അപ്പോൾ ദർ ഷുഡ് ബി സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ഫോർ ചേഞ്ചിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊസീജിയേഴ്സും നമ്മൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെ ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അത് അമെൻഡ് ചെയ്യേണ്ട പ്രൊസീജിയറും എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. വി ഹാവ് അവർ ഇന്ത്യൻ സ്റ്റേറ്റ്, അവർ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ നമുക്ക് ഇന്ത്യൻ പൊളിറ്റി എന്നത് നമ്മൾ ഈ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന ഭാഗമാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ വളരെ ചെറിയ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അതിങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation.
In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഈ പ്രിയാമ്പിളിൽ നിന്നും നമുക്ക് ചില ഇൻഫർമേഷൻസ് ലഭിക്കും. എന്തൊക്കെയാണ് ആ ഇൻഫർമേഷൻസ്? ദ സോഴ്സ് ഓഫ് അതോറിറ്റി, അതായത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എൻജോയ് ചെയ്യുന്ന പവറിൻ്റെ അതോറിറ്റി ആരാണ്? അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ദ ലാർജസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എൻജോയ് ചെയ്യുന്ന പവർ ഡിറൈവ് ചെയ്യുന്നത് ദ കളക്റ്റീവ് വിൽ ഓഫ് ദ പീപ്പിളിൽ നിന്നാണ്, ജനങ്ങളുടെ പൊതുസമ്മതത്തിൽ നിന്നാണ് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഈ അധികാരങ്ങളൊക്കെ കിട്ടുന്നത്. സെക്കൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്താണ്? നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ റെഡ് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്ന സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോവറൈൻ? ഇന്ത്യൻ സ്റ്റേറ്റ് സോവറൈൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ അതോറിറ്റി എബോ ഇറ്റ് എന്നുള്ളതാണ്. വി ആർ അവർ ഓൺ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാം. അതായത് ഇന്ത്യൻ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ ദർ ഇസ് നോ എക്സ്റ്റേണൽ പവർ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പുറത്ത് വേറൊരു എക്സ്റ്റേണൽ പവറൊന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മളുടെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതാണ് സോവറൈൻ ആണ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ നിന്നും വ്യക്തമാകുന്നത്. ആസ് എ സോവറൈൻ സ്റ്റേറ്റ് വി ക്യാൻ അക്വയർ ഫോറിൻ ടെറിട്ടറി, നമുക്ക് ഫോറിൻ ടെറിട്ടറീസ് അക്വയർ ചെയ്യാൻ സാധിക്കും. ഓർ വി ക്യാൻ സേഡ് എ പാർട്ട് ഓഫ് അവർ ടെറിട്ടറി, നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം വേണമെങ്കിൽ വിട്ടുകൊടുക്കാനും സാധിക്കും. അതാണ് സോവറിൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റാണ്. ഇന്ത്യൻ സ്റ്റേറ്റ് സോഷ്യലിസ്റ്റാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, സോഷ്യലിസം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എൻ എക്കണോമിക് കോൺസെപ്റ്റ് വേർ ദർ ഇസ് എ പോപ്പുലർ അല്ലെങ്കിൽ കളക്റ്റീവ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ ജനങ്ങളുടെ കളക്റ്റീവായുള്ള ഓണർഷിപ്പ് ഉണ്ടാകുന്ന ഒരു എക്കണോമിക് സിസ്റ്റത്തിനെയാണ് സോഷ്യലിസം എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ സ്റ്റേറ്റ് സോഷ്യലിസമാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് ഇന്ത്യൻ പ്രിയാമ്പിൾ പറയുന്നത്. ഈ സോഷ്യലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ രണ്ട് തരത്തിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ഉണ്ട്, ഡെമോക്രാറ്റിക് സോഷ്യലിസം ഉണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ലെങ്കിൽ സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് നാഷണലൈസേഷൻ ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷനാണ്. ദർ വിൽ ബി നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി. അതാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ലെങ്കിൽ സ്റ്റേറ്റ് സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. ഡെമോക്രാറ്റിക് സോഷ്യലിസം ബിലീവ്സ് ഇൻ മിക്സഡ് എക്കണോമി, ദാറ്റ് ഇസ് കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ മാർക്കറ്റ് ഫോഴ്സസിനെയും അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ റൂൾസിനെയും ഒരുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഫോർ ദ എക്കണോമി. മാർക്കറ്റ് ഫോഴ്സസും ഈ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ റൂൾസും ഇന്ത്യൻ എക്കണോമിയുടെ നേച്ചർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇന്ത്യ ഫോളോസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്നുള്ള കൺസെപ്റ്റാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്യുലറാണ്. അതായത് ഇന്ത്യൻ സ്റ്റേറ്റ് സെക്യുലറാണ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഒഫീഷ്യൽ റിലീജിയൻ ഫോർ ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഫങ്ഷൻസിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിലീജിയൻ്റെ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല. ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. ഈ സെക്യുലറിസം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. പോസിറ്റീവ് സെക്യുലറിസം ഉണ്ട്, നെഗറ്റീവ് സെക്യുലറിസം ഉണ്ട്. നെഗറ്റീവ് സെക്യുലറിസം മീൻസ് കംപ്ലീറ്റ് ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ. ഒരു സൊസൈറ്റിയുടെ പൊളിറ്റിക്കൽ പാർട്ട് മാത്രമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദർ ആർ മെനി ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഫോർ എ സൊസൈറ്റി. അതിലൊന്നാണ് റിലീജിയൻ എന്ന് പറയുന്നത്. റിലീജിയനും സ്റ്റേറ്റും കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമാണ് നെഗറ്റീവ് സെക്യുലറിസം എന്ന് പറയുന്നത്. എന്നാൽ പോസിറ്റീവ് സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ഈക്വൽ കൺസിഡറേഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ എവറി റിലീജിയൻ വിത്തൗട്ട് കൺസിഡറിങ് ദെയർ സ്ട്രെങ്ത് എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റ് ആ രാജ്യത്തുള്ള എല്ലാ റിലീജിയനെയും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നു വിത്തൗട്ട് കൺസിഡറിങ് ദെയർ സ്ട്രെങ്ത്. അതിൽ എത്ര ആളുകൾ വിശ്വസിക്കുന്നു എന്നുള്ളതിനെ ഒന്നും കൺസിഡർ ചെയ്യാതെ എല്ലാവരോടും തുല്യ പരിഗണന കൊടുക്കുന്നതിനാണ് പോസിറ്റീവ് സെക്യുലറിസം എന്ന് പറയുന്നത്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പോസിറ്റീവ് സെക്യുലറിസമാണ്. അടുത്തത് ഡെമോക്രാറ്റിക് എന്നുള്ള കൺസെപ്റ്റാണ്. ഇന്ത്യൻ സ്റ്റേറ്റ് ഡെമോക്രാറ്റിക് ആണ്. മീൻസ്
ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് മീൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? പോപ്പുലർ സോവറിനിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളുടെ കളക്റ്റീവ് വില്ലാണ്, പോപ്പുലർ സോവറിനിറ്റിയാണ്. ഓക്കെ, ഇതിലെ സുപ്രീം പവർ എന്ന് പറയുന്നത്, ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ സുപ്രീം പവർ എന്ന് പറയുന്നത് ജനങ്ങളാണ് എന്നുള്ളതാണ്. അടുത്തത് റിപ്പബ്ലിക് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. റിപ്പബ്ലിക് മീൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യ ഹാസ് എൻ ഇലക്റ്റഡ് ഹെഡ് ഫോർ എ ഫിക്സഡ് പീരീഡ്. നമുക്ക് ഒരു എലക്റ്റഡ് ഹെഡാണുള്ളത് ഇന്ത്യൻ സ്റ്റേറ്റിന് ഫോർ എ ഫിക്സഡ് പീരീഡ്. അത്തരം സ്റ്റേറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. സോ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഈ പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റേറ്റ് സോവറീനാണ്, സോഷ്യലിസ്റ്റാണ്, സെക്യുലറാണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക്കാണ്. ദ തേർഡ് ഇൻഫർമേഷൻ ഈ പ്രിയാമ്പിളിൽ നിന്ന് കിട്ടുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതിൽ ഇന്ത്യൻ സ്റ്റേറ്റ് മസ്റ്റ് സെക്യൂർ ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. എന്തൊക്കെ ജസ്റ്റിസ് ആണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. എന്താണ് സോഷ്യൽ ജസ്റ്റിസ്? സോഷ്യൽ ജസ്റ്റിസ് മീൻസ് ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ് ഫോർ എനി സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സെക്ഷന് ഒരു സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ഒന്നുമല്ല ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതാണ് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റീവാണത്. ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റീവാണത് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ടു സെക്യൂർ ഓൾ സിറ്റിസൺ, സോഷ്യൽ ജസ്റ്റിസ്. അതുപോലെ തന്നെ എക്കണോമിക് ജസ്റ്റിസ്. എക്കണോമിക് ജസ്റ്റിസ് മീൻസ് നോൺ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ എക്കണോമിക് ഫാക്ടേഴ്സാണ്. എക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ മുകളിൽ ജനങ്ങളെ തരംതിരിക്കരുത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഓൾ സിറ്റിസൺസ് ഷുഡ് ഹാവ് ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്. എല്ലാ സിറ്റിസൺസിനും ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് വേണം എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലിബർട്ടിയാണ്. എന്തിനൊക്കെയുള്ള ലിബർട്ടിയാണ്? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ലിബർട്ടി ലിറ്ററലി മീൻസ് ആബ്സെൻസ് ഓഫ് റീസ്ട്രെയിൻസ്. ബട്ട് ഇൻ എ സൊസൈറ്റി ദർ വിൽ ബി നോ ആബ്സല്യൂട്ട് ലിബർട്ടി. ആബ്സല്യൂട്ട് ലിബർട്ടി എന്ന് പറയുന്നത് പോസിബിൾ അല്ല ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലോ. നമുക്ക് കൈവീശാനുള്ള അധികാരമുണ്ട്, പക്ഷേ വേറൊരാളുടെ മൂക്കിൽ തൊടാനുള്ള അവകാശമില്ല. ഓക്കെ, സോ ദ സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ അവർ ലിബർട്ടി. സോ അവർ ലിബർട്ടി ഈസ് നോട്ട് ആബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. ഓക്കെ, അടുത്തത് ഇക്വാലിറ്റിയാണ്. തുല്യത അല്ലെങ്കിൽ സമത്വം എന്ന് പറയുന്നത്. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്? ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് മീൻസ് ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ്. പ്രിവിലേജുകളില്ലാതെ, പെർട്ടിക്കുലർ പ്രിവിലേജുകളില്ലാത്ത അവസ്ഥയാണ് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി? അവസര സമത്വം എന്ന് പറയുന്നത് എന്താണ്? ദ ഇന്ത്യൻ സ്റ്റേറ്റ് മസ്റ്റ് പ്രൊവൈഡ് ഇറ്റ് സിറ്റിസൺസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെൽഫ് റിയലൈസേഷൻ. എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ഫെറ്റേണിറ്റി എന്നുള്ളതാണ്. ഫെറ്റേണിറ്റി മീൻസ് സാഹോദര്യം, എ സെൻസ് ഓഫ് ബ്രദർഹുഡ്. ഈ ഫെറ്റേണിറ്റി എന്ന് പറയുന്നത് തന്നെ എങ്ങനെയുള്ളതാണ്? വിച്ച് അഷ്യൂറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെയും അഷ്യൂർ ചെയ്യുന്നതും അതുകൂടാതെ തന്നെ രാജ്യത്തിൻ്റെ ഒരുമയും സമഗ്രതയും കൊണ്ടു നടക്കുന്നതുമായിട്ടുള്ള ഒരു ഫെറ്റേണിറ്റിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ബ്രദർഹുഡ് എന്നുള്ളതിൽ ഈ സെൻസ് ഓഫ് ഫെറ്റേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം എന്ന് പറയുന്നത് പല രീതിയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയും. അതുകൂടാതെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ ആർട്ടിക്കിൾ 51A(e) എന്ന് പറയുന്ന സെക്ഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ റിലീജിയൻ അല്ലെ റിലീജിയസ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ മതപരമായ വൈവിധ്യങ്ങളോ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഭാഷാപരമായ വൈവിധ്യങ്ങളോ അല്ലെങ്കിൽ റീജിയണൽ ഡൈവേഴ്സിറ്റി പ്രാദേശികപരമായുള്ള വൈവിധ്യങ്ങളോ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു സാഹോദര്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും അവകാശമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിലെ ആർട്ടിക്കിൾ 51A(e) പറയുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ
ഫറ്റേണിറ്റി എന്ന് പറയുന്നത് ഓരോ ഇന്ത്യൻ പൗരനെയും അഷ്യൂർ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതൊരു ഇന്ത്യൻ പൗരൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. അതുകൂടാതെ ഇതിൻ്റെ സോഴ്സ് ഓഫ് അതോറിറ്റി പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡേറ്റ് ആൻഡ് വെന്യൂ ഓഫ് അഡോപ്ഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് 26th day of November 1949 1949 നവംബർ 26 ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എവിടെ വെച്ചിട്ടാണ് അഡോപ്റ്റ് ചെയ്തത്? ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ് ഓഫ് അഡോപ്ഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഡേറ്റ് ഓഫ് അഡോപ്ഷനാണ് 1949 നവംബർ 26 എന്ന് പറയുന്നത്. എന്നാൽ ഡേറ്റ് ഓഫ് എനാക്ട്മെൻറ്റ് 1950 ജനുവരി 26. 2 മാസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്, അത് പ്രാബല്യത്തിൽ വന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്തത്. ഓക്കെ, അഡോപ്റ്റ് ചെയ്തത് 1949 നവംബർ 26. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ 2 മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അത് 2 മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതും ഒറ്റ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഓമന പേരുള്ള ഒരു അമെൻമെൻറ്റ് ആക്റ്റാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി മാറ്റങ്ങൾ വരുത്തിയത് ഇങ്ങനെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിലുള്ള സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഭാഗം, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളതായിരുന്നു. അത് മാറ്റിയിട്ട് 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2 വാക്കുകൾ കൂട്ടിച്ചേർത്തു: സോഷ്യലിസ്റ്റ്, സെക്യുലർ. അതായത് ഇന്ന് നമ്മൾ കാണുന്ന സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഭാഗങ്ങളിലെ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് പറയുന്ന 2 വാക്ക് 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976 വഴി കൂട്ടിച്ചേർത്തതാണ്. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിറ്റി എന്ന് മാത്രമേ പ്രിയാമ്പിൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് ചേർത്തത് 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി കൂട്ടിച്ചേർത്തത് ഈ 3 വാക്കുകളാണ്: സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. ഈ 3 വാക്കുകൾ പ്രിയാമ്പിൾ കൂട്ടിച്ചേർത്തുകൊണ്ട് 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976. ഇത് പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അടുത്തത് കേസസ് റിലേറ്റഡ് ടു പ്രിയാമ്പിളാണ്. പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട കേസുകൾ. ഇതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എനാക്ട് ചെയ്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും എനാക്ട് ചെയ്തതിന് ശേഷമാണ്. കാരണം നമ്മളുടെ മേക്കേഴ്സ് ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നീഡ് ടു എൻഷുർ ദാറ്റ് Indian constitution reflects our the preamble reflects our Indian constitution. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രിയാമ്പിൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് മേക്കേഴ്സ് ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തത്? എല്ലാ ഭാഗങ്ങളും എനാക്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ പ്രിയാമ്പിൾ എനാക്ട് ചെയ്തത്. പിന്നീട് പല കേസുകളിലായിട്ട് അല്ലെങ്കിൽ പല ചോദ്യങ്ങൾ, അതായത് ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണോ പ്രിയാമ്പിൾ? അതുകൂടാതെ പ്രിയാമ്പിൾ ഇന്ത്യൻ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ്റിനോ മറ്റു ഓർഗനൈസേഷൻസിന് പർട്ടിക്കുലർ പവർ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മുകളിൽ പർട്ടിക്കുലർ ലിമിറ്റേഷൻസ് വയ്ക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയത് പല കേസുകളാണ്. അതിൽ ഓരോരോ കേസുകളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ബർബാറി യൂണിയൻ കേസാണ്. 1960. ബർബാറി യൂണിയൻ എന്ന് പറയുന്നത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആണ്. ഇത് ഈസ്റ്റേൺ പാകിസ്ഥാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അതിൻ്റെ പകുതി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ അന്നത്തെ ഗവൺമെൻറ് എടുത്തപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വന്നൊരു കേസാണ് ബർബാറി യൂണിയൻ കേസ് എന്ന് പറയുന്നത്. ആ ബർബാറി യൂണിയൻ കേസിൽ അതിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്നാണ് അതിൽ സുപ്രീം കോടതി പറഞ്ഞത്. സോ ബർബാറി യൂണിയൻ കേസിൽ 1960 ബർബാറി യൂണിയൻ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. എന്നാൽ
കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. the parliament can amend the preamble but without altering the basic structure എന്നുള്ളതാണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഘടകമാണ്. പാർലമെൻറ്റിന് അതിനെ അമെൻഡ് ചെയ്യാം. മാത്രമല്ല ആ അമെൻഡ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ മാറ്റാതെ നോക്കണം എന്നുള്ളതാണ്. ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന വളരെ എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്ന കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്. ഈ കേസ് വന്നത് ആ സമയത്തുള്ള ചില ലാൻഡ് റീഫോം ആക്ടുകൾക്കെതിരെ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന ആൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് ഈ കേസ് വരുന്നത്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 എന്ന് പറയുന്നത്. LIC ഓഫ് ഇന്ത്യ വേഴ്സസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ 1995 എന്ന് പറയുന്ന കേസിലും ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് പ്രിയാമ്പിൾ എന്നുള്ളത് റീഐട്രേറ്റ് ചെയ്യുകയുണ്ടായി സുപ്രീം കോടതി. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 3 കേസുകളാണ് പഠിക്കേണ്ടത്. ബെറുബാറി യൂണിയൻ കേസ്, കേശവാനന്ദ ഭാരതി കേസ്, LIC ഓഫ് ഇന്ത്യ കേസ്. അതിൽ ബെറുബാറി യൂണിയൻ കേസിൽ സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് എന്ന് പറയുന്നത് പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതായിരുന്നു. എന്നാൽ കേശവാനന്ദ ഭാരതി കേസിൽ അത് മാറി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞു. മാത്രമല്ല പാർലമെൻറ്റ് ക്യാൻ അമെൻഡ് പ്രിയാമ്പിൾ ബട്ട് വിത്തൗട്ട് ആൾട്ടറിങ് ബേസിക് സ്ട്രക്ചർ എന്ന് ആണ് കേശവാനന്ദ ഭാരതി കേസിൽ വന്നത്. LIC ഓഫ് ഇന്ത്യ കേസിൽ സെയിം വെർഡിക്റ്റ് റീഐട്രേറ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് പ്രിയാമ്പിൾ? പ്രിയാമ്പിളിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സോഴ്സ് നോർ എ ലിമിറ്റേഷൻ ഓൺ ദ പവർ ഓഫ് ലെജിസ്ലേച്ചർ. ഇന്ത്യയിലെ ലെജിസ്ലേച്ചറിൻ്റെ മുകളിൽ ഒരു പെർട്ടിക്കുലർ സോഴ്സ് ഓഫ് പവർ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ലിമിറ്റേഷൻ ആയിട്ടോ ഈ പ്രിയാമ്പിൾ ആക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഷ്യബിൾ. അതായത് പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഒരു 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 ഐഡിയ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ലഭിച്ചില്ല എന്ന് വെച്ചിട്ട് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ലീഗലി എൻഫോഴ്സബിൾ. അത് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സോ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് പ്രിയാമ്പിൾ എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഇറ്റ് ഈസ് നെയ്തർ എ സോഴ്സ് നോർ എ ലിമിറ്റേഷൻ ഓൺ ദ പവർ ഓഫ് ലെജിസ്ലേച്ചർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ജസ്റ്റിഷ്യബിൾ. സോ ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി പലപ്പോഴും പല എക്സാമിനേഷൻസിൽ ചോദിച്ചിട്ടുള്ളതാണ് പല പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അതിൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറഞ്ഞിരിക്കുന്നത് ദ പ്രിയാമ്പിൾ ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്രസസ് വാട്ട് വി ഹാഡ് തോട്ട് ഓർ ഡ്രീംഡ് ഫോർ സോ ലോങ്. ഒരുപാട് കാലമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന, നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് പ്രിയാമ്പിൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ KM മുൻഷി പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ദ ഹോറോസ്കോപ്പ് ഓഫ് അവർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. അതായത് ഇന്ത്യയുടെ ഹോറോസ്കോപ്പാണ് പ്രിയാമ്പിൾ എന്നാണ് KM മുൻഷി പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ് പ്രിഷ്യസ് പാർട്ടാണ് പ്രിയാമ്പിൾ എന്നുള്ളതാണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സോളാണ് എന്ന്, ആത്മാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ദ കീ അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ ജ്വൽ സെറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ദ പ്രോപ്പർ യാർഡ് സ്റ്റിക്ക് വിത്ത് വിച്ച് വൺ ക്യാൻ മെഷർ ദ വർത്ത് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർ യാർഡ് സ്റ്റിക്കാണ് പ്രിയാമ്പിൾ എന്ന് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സർ ഏണസ്റ്റ് ബാക്കറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദ കീ നോട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രിയാമ്പിൾ എന്നുള്ളതാണ്. ദ കീ നോട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രിയാമ്പിളിനെ വിളിച്ച ആളാണ് സർ ഏണസ്റ്റ് ബാർക്കർ. അടുത്തതായിട്ട് നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മായി ബന്ധപ്പെട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് ക്വസ്റ്റ്യൻ കണ്ടിട്ട് എൻ്റെ വോയിസ് നിങ്ങൾ എന്ത് ചെയ്യണം, പോസ് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങളതായ ഒരു ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. അതിനുശേഷം ഞാൻ പറയുന്ന ആൻസർ കേൾക്കുക. സോ ക്വസ്റ്റ്യൻ കണ്ടിട്ട്
എൻ്റെ വോയിസ് നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്യുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് വേർ ആഡഡ് ബൈ 42nd അമെൻമെൻറ്റ് ആക്ട് ടു ദ പ്രിയാമ്പിൾ? 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രിയാമ്പിളിൽ ആഡ് ചെയ്ത വേർഡുകൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. 4 വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്: സോഷ്യലിസ്റ്റ്, സെക്യുലർ, സോവറൈൻ, ഇൻ്റഗ്രിറ്റി. അതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. ഈ 3 വാക്കുകളാണ് 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രിയാമ്പിൾ കൂട്ടിച്ചേർത്തത്. സോ ഇത്രയുമാണ് ഇന്നത്തെ ഈ സെഷനിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.